സ്വർണ്ണവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്ര ഓഫീസിൽ നിന്നും ഇടപാടുകാരുടെ രേഖകൾ പിടിച്ചെടുത്തു. അനന്തു കൃഷ്ണന് പണം നൽകിയവരുടെ വിവരങ്ങളാണ് കണ്ടെടുത്തത്. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തലുണ്ട്. കൂടുതൽ ഓഫീസുകളിൽ പരിശോധന തുടരും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇയാൾക്ക് തന്നെ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടുകൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് അനന്തുവാണ്. ഇതിനു പുറമെ ജീവനക്കാരുടെ അക്കൗണ്ട് വഴിയും ട്രാൻസാക്ഷൻസ് നടന്നു എന്നാണോ ഈ പരിശോധനയിൽ മനസ്സിലാവുന്നത്? ശ്രീജ, അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം ഇയാളുടെ അക്കൗണ്ടുകൾ അതിലൂടെ പണം കൈമാറ്റം ചെയ്യപ്പെടുക, അതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക, അതിനുശേഷം ഇയാൾ ഈ തട്ടിപ്പ് ഒരുപക്ഷെ പുറത്തേക്ക് കൂടുതലായിട്ട് വരാനുള്ളൊരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പണം ഇത്രത്തോളം അളവ് കൈകാര്യം ചെയ്യുന്നു എന്നതെല്ലാം തന്നെ ഇയാൾക്ക് ബോധ്യപ്പെട്ട് കാണും. മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് വരുന്നു എന്നൊരു തോന്നലിലായിരിക്കാം ഈ തൻ്റെ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ കൂടി അതിൽ അയാൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നതാണ് ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത്. അങ്ങനെ ജീവനക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അവരുടെ ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇയാൾ അവരുടെ അക്കൗണ്ടുകളും ഉപയോഗിച്ചു. അതിലൂടെ ഈ പണം കൈമാറ്റം അടക്കമുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് ബോധ്യമാകും. നമ്മളിത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് കേസ് ഉണ്ടായപ്പോഴൊക്കെ അതിൽ അയാളുടെ ജീവനക്കാരുടെയും മറ്റുള്ളവരെ എല്ലാം തന്നെ അക്കൗണ്ടുകൾ സമാനമായ രീതിയിൽ ഇയാൾ ഉപയോഗിച്ചതായിട്ട് അന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. ആ രീതിയിൽ തന്നെയാണ് ഇത് ഇവിടെയും നോക്കിയിരിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത്. ഇങ്ങനെ വിവിധ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം സോഷ്യൽ ബി വെഞ്ചേഴ്സിലാണ് പരിശോധനകൾ ഇക്കാര്യത്തിൽ നടന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പരിശോധന കൂടിയായിരുന്നു ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾ പനമ്പള്ളി നഗറിലെ ഓഫീസിൽ നടന്നിരുന്നു. ഇവിടെ നിന്ന് ചില രേഖകളും ഹാർഡ് ഡിസ്കുകളും എല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി. ഇത്തരം പരിശോധനകളുടെ ഇടയിൽ തന്നെയാണ് ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് നൽകുന്ന തുകയേക്കാൾ, ശമ്പളത്തേക്കാൾ കൂടുതൽ തുക പല തുകകളും ഇതിലൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇതിനെ നൽകിയിരിക്കുന്നൊരു വിശദീകരണം അത് അനന്തകൃഷ്ണന് വേണ്ടിയാണ്, അയാൾക്ക് വേണ്ടിയാണ് ചില ഇടപാടുകൾക്ക് തങ്ങൾ ചെയ്യേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ കൂടി ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് തട്ടിപ്പിനെ മറയാക്കിക്കൊണ്ട് അവരെ കൂടി ഇതിലേക്ക് വരുത്തിക്കൊണ്ട് അവരുടെ ബാങ്ക് ഇടപാടുകൾ കൂടി ഇയാൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് ബോധ്യമാവുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൂടി ഇയാൾക്ക് പല ഓഫീസുകളുണ്ട്. ഇപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം രൂപീകരിക്കുകയും അതിൻ്റെ ഉപകമ്പനിയായി ഇപ്പോൾ ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിനെ മാറ്റിയെടുക്കുകയും ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രൊഫഷണൽ സർവീസ് എഞ്ചിനീയേഴ്സ് എന്ന ഒരു സ്ഥാപനം കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിക്കുന്നത് ഇയാൾ തന്നെയായിരുന്നെങ്കിൽ ഇവരെ പല ജീവനക്കാരെയും അക്കൗണ്ടുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടിയാണ് അന്വേഷണം വരുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി വിശദമായിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ പരാതികൾ പലയിടങ്ങളിലായി വരുന്നുണ്ട്. ഇന്നിപ്പോൾ പറവൂർ മേഖലയിൽ അവിടെ വന്നിട്ടുകൊണ്ടുന്ന പരാതിയിൽ അവരൊരു കൂട്ടായ്മ ഇന്നും നടക്കുന്നുണ്ട്. ഏതാണ്ട് 10 ദിവസം മുൻപ് അവിടെ അത്തരമൊരു രീതിയിൽ കൂട്ടായ്മകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അവർക്ക് അന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അവർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. നിങ്ങളുടെ പണത്തിന് ഞങ്ങളൊരു തീരുമാനമുണ്ടാക്കാം എന്നൊരു കാര്യങ്ങൾ ഉറപ്പുകൾ നൽകിയിരുന്നു. അത് ഈ അനന്തകൃഷ്ണൻ്റെ ചതിയിൽ അവിടെയുള്ള ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയും പെട്ടുപോയതാണ്. അവർ നൽകിയ വിശദീകരണവും അതാണ്, ഞങ്ങൾ ഇത് അറിയാതെ അതിൽ വീണതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനം അവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിക്കാണ് പണം നൽകിയത്. അപ്പോൾ അവർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു, തങ്ങൾക്ക് പണം നൽകാവുന്ന ഒരു തീയതിയും കാര്യങ്ങളും ഇത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അവിടെ പണം മുടക്കിയവരൊരു കൂട്ടായ്മ ഇന്ന് നടത്തുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം പരാതികൾ പറവൂർ മേഖലയിൽ നിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്ത് തീർപ്പാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല. എന്തായാലും ആശങ്കയിലാണ് ഇതിൽ പണം നൽകിയ എല്ലാവരും. ആർക്കും ഒരു ഉറപ്പും നൽകാനില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം അന്വേഷണം ഒരു ഭാഗത്തൂടെ മുന്നോട്ട് പോകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഇന്നും മറ്റു ഓഫീസുകളിൽ നടക്കുന്നുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.